എല്ലാവർക്കും നമസ്കാരം. ശരീരത്തിലെ കൊഴുപ്പ് കളയാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അമിതമായിട്ടുള്ള തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ കാലിലെയോ കയ്യിലെയോ വയറിലെയോ പുറത്തെയോ കൊഴുപ്പ് കളയാൻ ആഗ്രഹിക്കുന്ന ഒരാള് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അവർ കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്ത് കൊഴുപ്പടിയുന്നത്. ശരീരഭാരം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കാലിലെയോ കയ്യിലെയോ എല്ലാം കൊഴുപ്പ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാള് എപ്പോഴും കഴിക്കുന്ന ഭക്ഷണത്തെ പറ്റി അറിഞ്ഞിരിക്കണം. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ ഒരാള് ശരീരഭാരം കുറയ്ക്കണ്ട എന്നുള്ള ഒരാള് ഒരു ദിവസം കഴിക്കാവുന്ന ഭക്ഷണത്തിന്റെ ഒരു അളവാണ്, കലോറിയാണ് 1800 അല്ലെങ്കിൽ 2000 കലോറി. അതായത് വേറെ വർക്കൗട്ട് ഒന്നും ഇല്ലാത്ത, വ്യായാമങ്ങൾ ചെയ്യാത്ത സാധാരണ ഒരാൾ കഴിക്കേണ്ട കലോറിയാണ് 1800 2000 കലോറി. എന്നാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള്, കൈയിന്റെയോ കാലിന്റെയോ ഒക്കെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാള് എപ്പോഴും ഒരു 1500 1600 കലോറി ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. എന്നാൽ മാത്രമേ അയാൾക്ക് അമിതമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യാതെ ശരീരത്തിന്റെ ഭാരം കുറയ്ക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കൊഴുപ്പ് കളയാൻ പറ്റൂ. അപ്പോൾ അതിന് സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ് ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾ അതൊന്ന് കാണുക. അതിനുശേഷം നിങ്ങൾ വ്യായാമങ്ങളും ചെയ്യുക. അപ്പൊ കൂടുതൽ കലോറി, കൂടുതൽ ഫാറ്റ് ശരീരത്തിൽ നിന്നും പോകാൻ സഹായിക്കുന്ന 2 വ്യായാമങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ വീഡിയോ കണ്ട് നിങ്ങൾ അതിനോടൊപ്പം തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് ആരംഭിക്കാം. ഇതുപോലെ മാർജാരിയാസനത്തിൽ വരിക. അപ്പോ കൈയുടെ പത്തി നിങ്ങളുടെ ഷോൾഡറിന്റെ താഴെയും അതുപോലെ മുട്ടുകാൽ അരക്കെട്ടിന് താഴെയും നേരെ വരാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ വലതുകൈ തറയിൽ വെച്ചുകൊണ്ട് വലത് മുട്ടുകൈ നിലത്ത് മുട്ടിക്കാൻ നോക്കുക. അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് വലതുകൈ ആകുന്നത്ര ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ഡൗൺ ചെയ്ത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. അതുപോലെ തന്നെ ഇടതുകൈ തലയിൽ വെക്കുക. അതിനുശേഷം ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ഇനി ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. അതിനുശേഷം ക്യാറ്റ് പോസിൽ വരിക. നമ്മളപ്പോൾ മാറിയല്ല, ആദ്യം വലതു സൈഡ് 5 തവണ, അതിനുശേഷം ഇടതു സൈഡ് 5 തവണ. നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ എന്നോടൊപ്പം ചെയ്യുക. എന്നോടൊപ്പം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ബ്രീത്ത് എടുക്കേണ്ട രീതി മനസ്സിലാവും. ക്യാറ്റ് പോസിൽ വരിക ഇതുപോലെ. ഇനി നമുക്ക് ആരംഭിക്കാം. വലതു കൈ തലയിൽ വെക്കുക, കൈമുട്ട് മാറ്റിൽ നിലത്ത് മുട്ടിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് വലത് കൈമുട്ട് മുകളിലോട്ട് ഉയർത്തുക. ആവുന്നത്ര വലത് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് വലത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. ഒരു റൗണ്ട്. ഒരിക്കൽ കൂടി വലതു കൈ ഉയർത്തുക, കൈമുട്ടിലേക്ക് നോക്കുക. ഡൗൺ ചെയ്യുക. 2 റൗണ്ട്. ശ്വാസം എടുത്തുകൊണ്ട് വലതു കൈ ഉയർത്തി മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 3 റൗണ്ട്. ശ്വാസം എടുത്ത് വലതു കൈ ഉയർത്തുക, മാക്സിമം ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക, മുകളിലോട്ട് നോക്കുക. ശ്വാസം വിട്ട് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 4 റൗണ്ട്. വലതു കൈ ഉയർത്തി മാക്സിമം മുകളിലോട്ട് നോക്കുക. ചെസ്റ്റ് ശരിക്കും ഓപ്പൺ ചെയ്യണം. ഇനി വലത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 5 റൗണ്ട്. ഇനി നിങ്ങൾ വീണ്ടും ക്യാറ്റ് പോസിൽ വരിക. ഇതുപോലെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം. എതിർവശം വലതു കൈ ഇടത് കൈ തലയിൽ വെക്കുക. ഇനി ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. ഇനി ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കൈ ആവുന്നത്ര ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ശ്വാസം വിട്ട് ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 1 റൗണ്ട്. ഇടത് കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ആവുന്നത്ര. ഇനി ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 3ാമത്തെ റൗണ്ട്. ഇടത് കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. ഇടത് ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഡൗൺ ചെയ്ത് നിലത്ത് മുട്ടുകൈ മുട്ടിക്കുക. 3 റൗണ്ടായി. ഇടത് കൈ ഉയർത്തുക, മുകളിലോട്ട് നോക്കുക. മാക്സിമം ഡൗൺ ചെയ്ത് ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 4 റൗണ്ട്. ഇടത് കൈ ഉയർത്തുക, മാക്സിമം മുകളിലോട്ട് നോക്കുക. ചെസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇനി ഇടത് കൈമുട്ട് നിലത്ത് മുട്ടിക്കുക. 5 റൗണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 5 തവണ കൂടി ചെയ്യാൻ ശ്രമിക്കുക. പറ്റില്ലെങ്കിൽ ഇത്രയും ചെയ്താൽ മതിയാവും. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം.
നിങ്ങൾ മാറ്റിൽ കിടക്കുക ഇതുപോലെ. അതിനുശേഷം കാലടുപ്പിച്ച് വെക്കുക. രണ്ട് കൈകളും അരക്കെട്ടിന് സമീപം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കാല് ശരിക്കും അപ്പ് ചെയ്ത് അതിനുശേഷം ബെൻഡ് ചെയ്ത് ഇതുപോലെ നിലത്ത് മുട്ടാതെ കാല് സ്ട്രെച്ച് ചെയ്യും. ഇതുപോലെ തന്നെ 5 റൗണ്ട് നമ്മൾ ചെയ്ത ശേഷം ഓപ്പോസിറ്റ് സൈഡ് കാല് ബെൻഡ് ചെയ്ത് ചെസ്റ്റിന് നേരെ കൊണ്ടുവന്ന് കാല് അപ്പ് ചെയ്ത് ഡൗൺ ചെയ്യും. ഈ ഒരു പൊസിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് 5 10 റൗണ്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ടയേർഡ് ആവുമ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. കഴിവതും കാല് നിലത്ത് മുട്ടിക്കാതെ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നില്ലെങ്കിൽ കാല് നിലത്ത് മുട്ടിക്കാം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. മാറ്റിൽ കിടക്കുക. ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കാലുകൾ ഉയർത്തുക. മാക്സിമം ഹാൻഡ് എക്സൈൽ ചെയ്യുക. കാല് മടക്കുക. ഇനി സ്ട്രെച്ച് ചെയ്യുക. കാല് നിലത്ത് മുട്ടിക്കാതെ 1 റൗണ്ട്. കാല് അപ്പ് ചെയ്യുക. മാക്സിമം ബെൻഡ് ചെയ്യുക. ചെസ്റ്റിന് നേരെ ശ്വാസം വിടുക. ഇനി കാല് സ്ട്രെച്ച് ചെയ്യുക നിലത്ത് മുട്ടിക്കാതെ. കാല് അപ്പ് ചെയ്യുക. മാക്സിമം ബെൻഡ് ചെയ്യുക. എക്സൈൽ ചെയ്യുക. കാല് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം 3 റൗണ്ടായി. കാല് അപ്പ് ചെയ്യുക. മാക്സിമം ബെൻഡ് ചെയ്ത് ശ്വാസം വിടുക. കാല് സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം 4 റൗണ്ടായി. കാല് അപ്പ് ചെയ്യുക. മാക്സിമം എക്സൈൽ ചെയ്യുക. ബെൻഡ് ചെയ്യുക. ഇനി കാല് സ്ട്രെച്ച് ചെയ്യുക. ഇപ്പോൾ 5 റൗണ്ടായി. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെയ്യാം. കാല് ബെൻഡ് ചെയ്യുക. ചെസ്റ്റിന് നേരെ മാക്സിമം ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുക. ഇനി കാല് അപ്പ് ചെയ്യുക. ഡൗൺ ചെയ്യുക. 1 റൗണ്ടായി. 4 റൗണ്ട് കൂടി. കാല് ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുക. ഇനി കാല് അപ്പ് ചെയ്യുക. ഇനി കാല് ഡൗൺ ചെയ്യുക. ശ്വാസം എടുക്കുക. കാല് നിലത്ത് മുട്ടിക്കരുത്. കാല് ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുക. അപ്പ് ചെയ്യുക. ഇനി കാല് ഡൗൺ ചെയ്യുക. 3 റൗണ്ടായി. കാല് ബെൻഡ് ചെയ്യുക. മാക്സിമം ആൻഡ് ശ്വാസം വിടുക. കാല് അപ്പ് ചെയ്യുക. ഇനി ഡൗൺ ചെയ്യുക. 4 റൗണ്ടായി. ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുക. കാല് അപ്പ് ചെയ്യുക. അതിനുശേഷം കാല് ഡൗൺ ചെയ്യുക. 1 റൗണ്ട് കൂടി ചെയ്തിട്ട് നിർത്താം. കാല് ബെൻഡ് ചെയ്യുക. ശ്വാസം വിടുക. ചെസ്റ്റിനെ മുട്ടിക്കാൻ നോക്കുക. ഇനി കാല് അപ്പ് ചെയ്യുക. ഇനി ഡൗൺ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾ ടയർഡ് ആയിട്ടില്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ നിങ്ങൾക്കൊരു 5-10 റൗണ്ട് കൂടി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റിൽ റിലാക്സ് ആയിട്ട് കിടക്കാം. റിലാക്സ് ആകുമ്പോൾ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടാൻ ട്രൈ ചെയ്യുക. ഇത്രയും വ്യായാമം ചെയ്തിട്ട് നിങ്ങൾ ടയേർഡ് ആയിട്ടില്ലെങ്കിൽ ഈ വ്യായാമങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന അളവ് കൂട്ടി കൊണ്ടുവരിക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.